രണ്ടാം മംഗല്യം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസം. അടുത്ത ദിവസം പല്ലവിയും മറിയ ഒരുങ്ങി ഓഫീസിൽ പോയി. വലിയ കമ്പനിയാണല്ലോ, വായും പൊളിച്ച് മറിയ ചോദിച്ചു. പല്ലവി ഒന്നും മിണ്ടാതെ ലിഫ്റ്റിൽ കയറി, കൂടെ മറിയയും. ലിഫ്റ്റിൽ കയറിയതും വേദാനന്ദിനെ പല്ലവി കണ്ടു. ഗുഡ് മോർണിംഗ്, ചിരിയോടെ പല്ലവി വിഷ് ചെയ്തു. വേദാനന്ദ് നിവർന്നു നോക്കിയില്ല. അയ്യേ ചമ്മി, മറിയ വാവത്തി ചിരിച്ചു. പല്ലവി ദേഷ്യത്തിൽ മറിയക്കിട്ട് കൊട്ടുകൊടുത്തു. ആരടിയാൾ, ചുള്ളൻ ചെക്കനാണല്ലോ, ഉണ്ണിമൂന്തൻ ലുക്ക്, സൂപ്പർ, കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണോ? വേദാനന്ദിനെ നോക്കിക്കൊണ്ട് മറിയ പല്ലവിയോട് ചോദിച്ചു. നമ്മുടെ കമ്പനി ബോസ്, പല്ലവി പറഞ്ഞതും ലിഫ്റ്റ് തുറന്നു. മറിയ വാ വിളിച്ച് വേദാനന്ദിനെ നോക്കി. വേദാനന്ദ് തിരിഞ്ഞുപോലും നോക്കാതെ ലിഫ്റ്റിൽ നിന്ന് പുറത്തുപോയി. ഈശോയെ, എന്റെ ജോലി അപ്പോയിൻമെന്റ് ആയ അന്ന് തന്നെ പോയി കിട്ടിയല്ലോ, മറിയ പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ കൂടെ നടന്നു. എല്ലാം അവൻ ചെയ്യൽ, പല്ലവി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഓഫീസിൽ കയറി. എന്നാ മറിയ, സാറിനെ പോയി കണ്ടേച്ചുവാ, ഞാൻ പോട്ടെ, പല്ലവി പറഞ്ഞുകൊണ്ട് പോകാൻ നിന്നു. എടി പോവല്ലേ, കൂടെ വാ, എൻ്റെ ഒരു സമാധാനത്തിന്, പല്ലവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറിയ യാചിച്ചു. അയ്യടാ, അല്ലെങ്കിലേ അയാൾ എന്നെ കണ്ടാൽ കടിച്ചു കീറാൻ വരും, അപ്പോഴാ നിന്റെ കൂട്ടിന് നിന്റെ കൂടെ വരാൻ, ഒന്ന് പോയടി. പല്ലവി കൈതട്ടി മാറ്റിക്കൊണ്ട് അവളുടെ സീറ്റിൽ പോയി. എന്തായാലും പോയല്ലേ പറ്റൂ. മറിയ പേടിയോടെ വേദാനന്ദിന്റെ ക്യാബിനിൽ കയറി. സാർ, പേടിയോടെ മറിയ വിളിച്ചു. യെസ്, ഗൗരവത്തിൽ വേദാനന്ദ് അകത്ത് വിളിച്ചു. മറിയ വിറയാർന്ന കൈകളോടെ ഫയൽ നീട്ടി. ഓക്കെ ഫൈൻ, പോയി ജോയിൻ ചെയ്തോ, വേദാനന്ദ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫയൽ മേടിച്ചു. താങ്ക് യു സാർ, മറിയ ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് പുറത്തുപോയി. എടി പല്ലു, മറിയ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പല്ലവിയുടെ അടുത്തുപോയി. പല്ലവി നിവർന്ന് അവളെ നോക്കി. വേദാനന്ദ് പുറത്തു പോകാൻ ക്യാബിനിൽ നിന്നിറങ്ങി. മറിയ പല്ലവിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഉമ്മ കൊടുത്തു. എല്ലാവരും അന്തം വിട്ട് നോക്കിയിരുന്നു. എടി, നീ പറഞ്ഞതുപോലെ അയാൾ കാലമടനൊന്നുമല്ല, പാവം, എന്നെ കണ്ട് ചിരിയോടെയാണ് വരവേറ്റത്. നീ എന്ത് ദുഷ്ടയാടി, ആ പാവ മനുഷ്യനെ പോയി കടുവ കാലമോടൻ എന്നൊക്കെ പറയാൻ, ചിരിയോടെ മറിയ പറഞ്ഞു. പല്ലവി മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് ഉമിനീർ തൊണ്ടക്കുഴിയിൽ നിന്നിറക്കി. എന്താടി, നിന്റെ നാവിറങ്ങിയോ? മറിയ ചോദിച്ചു. പല്ലവി കണ്ണുകൊണ്ട് പുറകിൽ നോക്കാൻ ആംഗ്യം കാണിച്ചു. നീ എന്നാടി കഥകളി കാണിക്കുന്നത്? വാ തുറന്ന് പറയടി കോപ്പേ, മറിയ ദേഷ്യത്തിൽ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കടി, പല്ലവി പേടിയോടെ പിറുപിറുത്തു. മറിയ തിരിഞ്ഞു നോക്കി. മുന്നിൽ വേദാനത്ത് നിൽക്കുന്നത് മറിയ കണ്ടു. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. അവളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. സാർ, എൻ്റെ സീറ്റ് എവിടെയാ? വളിച്ച ചിരിയോടെ മറിയ ചോദിച്ചു. എൻ്റെ തലയിൽ കൈ വെച്ച് വേദാനന്ദ് കാണിച്ചു. ഈശോയെ, മറിയ പേടിയോടെ വിളിച്ചു. എന്നാ സാർ, ഞാനങ്ങോട്ട്, മറിയ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി ജൂലിയുടെ അടുത്ത് പോയി. വേദാനന്ദ് മീശയും തടയിക്കൊണ്ട് പല്ലവിയുടെ അടുത്ത് വന്നു. അത് സാർ, പല്ലവി പേടിയോടെ വിക്കി. ഞാൻ കാലമോടനാണല്ലേ? താടിയിൽ തടയിക്കൊണ്ട് വേദാനന്ദ് ചോദിച്ചു. ഇല്ല. ഞാൻ കടുവയാണല്ലേ? വേദാനന്ദ് പിന്നെയും ചോദിച്ചു. പല്ലവി ഒന്നും മിണ്ടാതെ ഇരുന്നു. ഇന്നലെ തീർക്കേണ്ട ഫയൽ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, പല്ലവി മറുപടി കൊടുത്തു. പറയുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യില്ല, ഒന്നിനും ഒരു കൃത്യനിഷ്ഠയില്ല, എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല. കുളിച്ചൊരുങ്ങി വരുന്നതെന്തിനി? വല്ലവനെയും കെട്ടി അടുക്കളയിൽ കിടന്നാൽ പോരെ, ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കളയാൻ. ഇന്ന് ഉച്ചയ്ക്കകം ഞാൻ തന്നത് ഫിനിഷ് ചെയ്തിരിക്കണം, കേട്ടല്ലോ, വേദാനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടുപോയി. പല്ലവി നിറഞ്ഞുവരുന്ന കണ്ണുനീരിനെ തുടയ്ക്കാൻ വല്ലാതെ പാടുപെട്ടു. വേദാനന്ദ് പോയതും മറിയയും ജോലിയും അവളുടെ അടുത്ത് വന്നു. പല്ലവി ആരോടും ഒന്നും മിണ്ടാതെ തന്റെ ജോലി ചെയ്യുന്നു. എടി സോറി, മറിയ പല്ലവിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു.
അതൊന്നും ശ്രദ്ധിക്കാതെ പല്ലവി ജോലിയിലായിരുന്നു. മറിയയെ ജൂലി വിളിച്ചുകൊണ്ട് പോയി. ഉച്ചയായതും കഴിക്കാൻ വിളിച്ചും പല്ലവി പോയില്ല. എല്ലാം കഴിഞ്ഞ് ഫയൽ കൊണ്ട് പല്ലവി വേദാനന്ദിന്റെ ടേബിളിൽ വെച്ചു. വേദാനന്ദ് ഫയലെടുത്തു നോക്കി. അവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. വേദാനന്ദ് ഫയലെടുത്ത് അവളുടെ മുഖത്തിന് നേരെ വലിച്ചെറിഞ്ഞു. പല്ലവി പേടിയോടെ കണ്ണുകൾ വിടർത്തി. ആ പേപ്പർ ചിതറി തറയിൽ വീണു. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ? ഉടുത്തൊരുങ്ങി വരുന്നുണ്ടല്ലോ, വേറെ വല്ല പണിക്കും വെക്കോ? വേദാനന്ദ് ദേഷ്യത്തിൽ എന്തൊക്കെയോ വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തുപോയി. വേദാനന്ദ് പോയതും ജൂലി അകത്തു വന്നു. പല്ലവി നിറഞ്ഞു വരുന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ഫയലൊക്കെ എടുത്തുകൊണ്ട് ആരോടും ഒന്നും മിണ്ടാതെ തന്റെ സീറ്റിൽ പോയിരുന്നു. പല്ലവി ഓഫീസ് ടൈം തീർന്നും ഫയൽ നോക്കിക്കൊണ്ടിരുന്നു. എടി, നീ വരുന്നില്ലേ? മറിയ പല്ലവിയുടെ അടുത്ത് എന്ന് വിളിച്ചു. വരുന്നില്ല, ഇത് തീർത്തിട്ടേ ഞാൻ വരൂ, പല്ലവി മോൻ കൊടുക്കാതെ പറഞ്ഞു. എടി, നാളെ ചെയ്യാം, മറിയ പറഞ്ഞു. ഒന്ന് പോയി തരുമോ, മനുഷ്യനെ വട്ടുപിടിപ്പിക്കാതെ? പല്ലവി ദേഷ്യത്തിൽ അലറി. മറിയ ഒന്നും മിണ്ടാതെ പോയി. മണി 5 പല്ലവി പോത്തതുകൊണ്ട് വേദാനന്ദ് ഒന്നും മിണ്ടാതെ കേവനിലിരുന്നു. മണി 7:30 എല്ലാം തീർത്ത് പല്ലവി വേദാനന്ദിന്റെ കേവനിൽ കൊണ്ടുപോയി കൊടുത്തു. പല്ലവി ഒന്നും മിണ്ടാതെ ദൂരെ നോക്കിയിരുന്നു. വേദാനന്ദ് ഫയലെല്ലാം നോക്കി. ഓക്കെ, യു മേ ഗോ, മോൻ കൊടുക്കാതെ വേദാനന്ദ് പറഞ്ഞു. ഒരു നല്ല വാക്ക് ആ നാവിൽ നിന്ന് വരില്ലല്ലോ, തെറി പറയാൻ വാ തുറക്കുമല്ലോ. പിറുവിറുത്തോണ്ട് പല്ലവി തിരിഞ്ഞുപോയി. കവലയിൽ നിൽക്കുന്നു പല്ലവി. വേദാനന്ദ് അവളുടെ മുന്നിൽ കൊണ്ട് കാർ നിർത്തി. പല്ലവി ഒന്നും മിണ്ടാതെ ദൂരെ നോക്കിയിരുന്നു. എക്സ്ക്യൂസ് മീ, ഇനി ഇവിടുന്ന് ബസ്സൊന്നും കിട്ടില്ല, വേണേൽ കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട, പല്ലവി എടുത്തടിച്ചതുപോലെ പറഞ്ഞു. വേണ്ടേൽ വേണ്ട, വേദാനന്ദ് പറഞ്ഞുകൊണ്ട് കാർ എടുത്തോണ്ട് പോയി. ഞാൻ പറഞ്ഞതിലൂടെ പോണോ? ഒരിക്കൽ കൂടെ വിളിച്ചാലെന്ത്? ആ കാർ പോകുന്നത് നോക്കി പല്ലവി പിറുത്തു. ആ സമയം ഓട്ടോ അവളുടെ മുന്നിൽ വന്നിരുന്നു. എങ്ങോട്ടാ കുട്ടി? ഓട്ടോക്കാരൻ ചോദിച്ചു. അവന്റെ ഭാവവും നോട്ടവും കൊണ്ട് പേടിയോടെ പല്ലവി ഒന്നും മിണ്ടാതെയിരുന്നു. കുട്ടി, ഇനി ഇവിടെ നിനക്ക് ശരിയാകില്ല, എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവിടാം, കയറിക്കോ. വേണ്ട, ബസ് വരും. ബസ്സോ? ഈ സമയത്ത് ബസ്സൊന്നുമില്ല, മോളുവാ കയറ്, ഓട്ടോക്കാരന്റെ സ്വരം കനത്തു. പല്ലവി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. അവളുടെ പുറകെ ഓട്ടോക്കാരനും. ഈശ്വര, അയാൾ വിളിച്ചപ്പോൾ പോയാൽ മതിയായിരുന്നു, എന്റെ അഹങ്കാരത്തിന് കിട്ടി, മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ലവി നടത്തത്തിന് വേഗത കൂട്ടി. ആ സമയം പല്ലവിയുടെ മുന്നിൽ കാർ വന്ന് നിന്നതുകൊണ്ട് പേടിയോടെ തിരിഞ്ഞു നോക്കി. ഓട്ടോക്കാരൻ തിരിഞ്ഞുപോയി. പല്ലവി പേടിയോടെ കാറിൽ നോക്കി. ഇത് ഞാനാടോ, കയറിക്കോ, ആദ്യം പറഞ്ഞുകൊണ്ട് ഡോർ ലോക്ക് മാറ്റി. പല്ലവി ആശ്വാസത്തോടെ കാറിൽ കയറി. ആദ്യ ചിരിയോടെ കാർ എടുത്തു. എന്താടോ മുഖത്തിന് ഒരു വാട്ടം? ആദ്യം ചോദിച്ചുകൊണ്ട് കാർ ഓട്ടിച്ചു. ഏയ്, പല്ലവി പറഞ്ഞുകൊണ്ട് ദൂരെ നോക്കി. എനിക്കറിയാടോ, വേദാനന്ദ് എല്ലാം എന്നോട് പറഞ്ഞു, അവനാ എന്നോട് നിന്നെ കൊണ്ടാക്കാൻ പറഞ്ഞത്. പല്ലവി അത്ഭുതത്തോടെ ആദിയെ നോക്കി. എടാ ആദി. എന്താടാ? ഫോൺ കാതിൽ വെച്ച് ആദി ചോദിച്ചു. നീ നമ്മുടെ ഓഫീസ് കവലയിൽ കാർ കൊണ്ടുവാ, ആ പല്ലവി തനിച്ചാണ് നിൽക്കുന്നത്, കൊണ്ട് സേഫാക്കിട്ട് വാ. നിനക്ക് കൊണ്ടുവിട്ടാൽ പോരെ? ഞാൻ വിളിച്ചപ്പോൾ പെണ്ണിന് അഹങ്കാരം, അതുകൊണ്ട് തള്ളിയിട്ട് വന്നു, ബട്ട് മനസ്സ് കേൾക്കുന്നില്ല, നീ പോയി ഒന്ന് നോക്ക്. ശരിയടാ, നോക്കട്ടെ, ആദി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. പല്ലവി ഒന്നും മിണ്ടാതെ ദൂരെ നോക്കിയിരുന്നു. ആദി പല്ലവിയെ ഫ്ലാറ്റിൽ കൊണ്ടുവിട്ടു. പല്ലവി ചിരിയോടെ യാത്ര പറഞ്ഞ് അകത്ത് കയറി. എന്താടി, ഫോൺ വിളിച്ചാൽ എടുക്കില്ലേ? മറിയ ഓടി വന്ന് പേടിയോടെ ചോദിച്ചു. ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ ഒന്ന് കിടക്കട്ടെ, നല്ല തലവേദന. പല്ലവി ആരോടോ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി. അവൾക്ക് നല്ല സങ്കടമുണ്ട്, പൂർണിമ മറിയോട് പറഞ്ഞു. പല്ലവി കുളിക്കാൻ കയറി.
തണുത്ത വെള്ളം അവളുടെ ദേഹത്തിലൂടെ പോയപ്പോൾ കണ്ണുകളടച്ചു. കുറെ നേരം പല്ലവി ഷവറിന്റെ താഴെ നിന്നു. വേദാനന്ദ് തന്റെ നാട്ടിലോട്ട് യാത്രയായി. മോനെ, വേദാനന്ദിനെ കണ്ടതും അംബിക വിളിച്ചു. വേദാനന്ദ് ചിരിയോടെ അമ്മയെ ആലിംഗനം ചെയ്തു. എന്നപ്പാ ഇപ്പടി ഇളച്ചു പോയിട്ട് അപ്പ ഉള്ളാടി ഇരിക്കാരി പോയി പാരി, അംബിക അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു. വേദാനന്ദ് അകത്ത് കയറി. തമ്പി ഇപ്പോ വാറിങ്ക സൗഖ്യമാ? ഏട്ടന്റെ ഭാര്യ വരലക്ഷ്മി ചിരിയോടെ ചോദിച്ചു. വേദാനന്ദ് ഒന്നും മിണ്ടാതെ അപ്പന്റെ മുറിയിൽ പോയി. വരലക്ഷ്മി തല കുനിച്ചു. അപ്പാ, ചിരിയോടെ വേദാനന്ദ് വിളിച്ചു. വാസുദേവ് മെല്ലെ കണ്ണുകൾ തുറന്നു. വേദേ, വാങ്ങോ വാങ്ങോ, ചിരിയോടെ വാസുദേവ് വിളിച്ചു. വേദാനന്ദ് ആ കാലിൽ തൊട്ട് ഉണങ്ങിക്കൊണ്ട് അയാളുടെ അടുത്തിരുന്നു. വാസുദേവ് വേദാനന്ദിനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. എന്നാപ്പാ പുതുസാ പാക്കുന്നത് പോലെ പാക്കറിങ്ക? ചിരിയോടെ വേദാനന്ദ് ചോദിച്ചു. നീ എന്നോട് കുഴന്തല്ലയാ, അതാക്കും, വേദാനന്ദിന്റെ കവിളിത്തലോടിക്കൊണ്ട് ചിരിയോടെ വാസുദേവ് പറഞ്ഞു. അപ്പാ, ആ സമയം രണ്ടാം പുത്രൻ രാജീവ് വിളിച്ചു. രാജീവിനെ കണ്ടതും വേദാനന്ദ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവാൻ നിന്നു. എന്താടാ വേദി, എന്തിനാ ഞങ്ങളെ അന്യരെ പോലെ കാണുന്നത്? എത്ര കാലമായിടാ നീ ഞങ്ങളോട് സംസാരിച്ചിട്ട്? ഇടർച്ചയോടെ രാജീവ് ചോദിച്ചു. നിങ്ങളുടെ അനിയൻ മരിച്ചു, വേദാനന്ദ് പറഞ്ഞുകൊണ്ടുപോയി. വാസുദേവ് ഒന്നും മിണ്ടാതിരുന്നു. ഇനി വേദാനന്ദിന്റെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. തുടരും.